മൂന്നാം തവണ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തുകൊണ്ട് മൂന്നാം തവണയും അധികാരത്തിൽ എത്തും എന്ന വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവ് സഖാവ് പിണറായി വിജയൻ 10 വർഷക്കാലം കേരളം ഭരിച്ചു. വളരെയധികം ജനമുന്നേറ്റ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് 10 വർഷക്കാലം ഭരണം നടത്തിയത്. 2016 എന്നൊരു കേരളമുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ പ്രിയ സഖാക്കൾ ഇവിടെ ഉന്നയിച്ചു കഴിഞ്ഞു. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ വളരെയേറെ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2016 നിന്ന് 2017 നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. അതും ഓരോ ജനങ്ങളുടെയും ജീവിതത്തിൽ വളരെ അനുഭവവേദ്യം തന്നെയാണ്. മാറ്റങ്ങൾ വളരെ പ്രകടം തന്നെയാണ്. നമുക്കറിയാം, 2016 ഉമ്മൻചാണ്ടിയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, വലതുപക്ഷത്തിന്റെ കാലഘട്ടം. 12 മണിക്കൂർ വരെ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉള്ള ഒരു കാലമായിരുന്നു 2016 എന്ന കാലഘട്ടം. അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോലും കുട്ടികൾക്ക് പാഠപുസ്തകം ലഭിക്കാതെ ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തുകൊണ്ട് പരീക്ഷ എഴുതുന്നതിന്റെ ഒരു സ്ഥിതിയിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നുപോയ ഒരു കാലമായിരുന്നു 2016 എന്ന ഒരു കാലം. 18 മാസം പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വലതുപക്ഷത്തിന്റെ കാലഘട്ടം. നമുക്കറിയാം, സരിത നായരും ഷാലു മേനോനും അഴിഞ്ഞാടിയ ഒരു കാലഘട്ടമായിരുന്നു 2016 കാലഘട്ടം. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിമാരിൽ 14 മണിക്കൂറോളം ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ ഒരു തുള്ളി വെള്ളം കൂടെ കുടിക്കാതെ ബബ്ബ എന്ന് പറഞ്ഞ ഒരു ഉമ്മൻചാണ്ടി സർക്കാർ എന്ന കാലമായിരുന്നു 2016 എന്ന കാലഘട്ടം. ഇന്നിതാ നമ്മൾ 2026 എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് 2026 ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ഇന്ന് 10 വയസ്സായ കുട്ടിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ലോഡ് ഷെഡിങ് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാൻ പാടില്ല. പവർ കട്ട് എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാൻ നല്ല രീതിയിൽ ബൾബിന് പ്രകാശമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ടോർച്ച് അടിച്ചു നോക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ മാറ്റം പിണറായി സർക്കാർ ഇവിടെ കൊണ്ടുവരുന്നത്?